അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ദുൽഹജ്ജ് മാസത്തിലാണല്ലോ. ഒരു വർഷത്തിൻ്റെ 365 ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രധാനപ്പെട്ട ഒരു ദിവസം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിലാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. റമളാനിൻ്റെ അവസാനത്തെ 10 ഒരു രാത്രിയുണ്ട്. അത് ലൈലത്തുൽ ഖദർ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ്. ആ രാത്രി ലഭിക്കുന്നവർക്ക് 1000 മാസത്തേക്കാൾ പ്രതിഫലമാണ് ലഭിക്കുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് രാത്രികൾ ഉറക്കമൊഴിഞ്ഞവരാണ്. എന്നാൽ ലൈലത്തുൽ ഖദർ പോലെ പ്രാധാന്യമുള്ള ശ്രേഷ്ഠതകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ഒരു പകലുണ്ട്. നമ്മൾ പലരും അതിനെ സംബന്ധിച്ച് അശ്രദ്ധരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പകൽ അത് അറഫ ദിവസമാണ്. ദുൽഹജ്ജ് 9 ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള വിശ്വാസിനികൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വിളിക്കുത്തരം ചെയ്ത് അവൻ്റെ അതിഥികളായി അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസം, അതാണ് ദുൽഹജ്ജ് 9 എന്ന് പറയുന്നത്. ആ ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല മണൽത്തരികളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയാണ്. അവൻ്റെ വാനലോകത്തുള്ള മാലാഖമാരോട് മനുഷ്യരെക്കുറിച്ച് അള്ളാഹു അഭിമാനത്തോടു കൂടി അവരോട് പറയുകയാണ്, ഇബാദത്തിലുള്ള താല്പര്യം ഈറനണിഞ്ഞ കണ്ണുകളുമായി അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് 2 കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അള്ളാഹു പോലും അഭിമാനത്തോടെ മലക്കുകളോട് പറയുന്ന രംഗം, അതാണ് അറഫ എന്ന് പറയുന്നത്. അറഫ എന്ന് പറയുന്നത് തിരിച്ചറിവിൻ്റെ ഒരു നാട് എന്നാണ്. അറഫ എന്ന് പറയുന്ന ഒരു നാടിൻ്റെ പേരുമാണ്, ഒരു ദിവസത്തിൻ്റെ പേരുമാണ്. ദുൽഹജ്ജ് 9 അറഫ ദിവസം എന്ന് പറയും. എന്നാൽ ലക്ഷക്കണക്കിന് ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന ഹജ്ജിൻ്റെ ആത്മാവ് അത് അറഫയിലാണ്. ആ സ്ഥലത്തിൻ്റെ പേരും അറഫ എന്നാണ്. ആദം നബി അലൈഹിസ്സലാം ഹവ്വ റളിയല്ലാഹു അൻഹയും വർഷങ്ങൾക്ക് ശേഷം അവർ പരസ്പരം കണ്ടുമുട്ടിയത് അവിടെയാണ്. അതുകൊണ്ടാണ് അറഫ എന്ന പേര് വന്നതെന്ന് പറയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബ ശരീഫ് പണിതതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം ഹജ്ജിൻ്റെ അമലുകൾ പഠിപ്പിച്ചു കൊടുത്ത് അവിടെ വെച്ചാണ്. അതുകൊണ്ടാണ് അറഫ എന്ന് പറയുന്നത്. അല്ല, മനുഷ്യർ, കോടാനുകോടി മനുഷ്യർ അവരുടെ പാപങ്ങൾ തിരിച്ചറിഞ്ഞത് അവിടെ വെച്ചിട്ടാണ്. സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞത് അവിടെ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് അറഫ എന്ന് പേര്. എന്തും ആയിക്കൊള്ളട്ടെ, ദുൽഹജ്ജ് 9 അറഫ. കഴിഞ്ഞു പോയ നൂറ്റാണ്ടുകളിലായി കോടാനുകോടി വിശ്വാസികളുടെ കണ്ണുനീർത്തുള്ളികൾ ഇറ്റിറ്റു വീണ മണ്ണാണ് അറഫ. അവിടെ ഇറ്റുവീണ കണ്ണുനീർത്തുള്ളികൾ ബാഷ്പീകരിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അറഫ എന്ന് പറയുന്നത് ഒരു കണ്ണീർ കടലായി മാറുമായിരുന്നു. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ആ ദുൽഹജ്ജ് 9 അറഫ ദിവസം ഒരു വർഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പകലായി മാറിയത്? പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ രാത്രി ലൈലത്തുൽ ഖദർ ആണെങ്കിൽ ആ ഖുർആന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകമായ കസ്വാഇൻ്റെ മുകളിൽ മുത്തുനബി ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആനിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ആയത്തിറങ്ങിയത് ആ പകലിലാണ്. അപ്പോൾ ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദർ ആണെങ്കിൽ അതിന് പരിസമാപ്തി കുറിക്കുന്നത് അറഫയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് ആ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അറഫയുടെ പകലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ആ അറഫയിൽ ജനലക്ഷങ്ങൾ ഒരേ വേഷത്തിൽ, ഒരേ ചിന്തയിൽ, ഒരേ നീയത്തിൽ, ഒരേ ലക്ഷ്യത്തിൽ എല്ലാവരും അവരുടെ സൃഷ്ടാവിങ്കിലേക്ക് കരങ്ങൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ ആ ഹാജിമാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും അവരുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഉൾപ്പെടുവാനും അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് നൽകുവാനും വേണ്ടി ഇങ്ങകലെ നമ്മുടെ പ്രതിനിധികളായി മക്കയിലേക്ക്, ഹറമൈനികളിലേക്ക് ഹജ്ജിനും ഉംറയ്ക്കും സിയാറത്തിനും വേണ്ടി പോയവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ദുൽഹജ്ജ് 9 അന്ന് ഒരു നോമ്പ് പിടിക്കൽ നമുക്ക് സുന്നത്തുണ്ട്. വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പിന് ഇത്രയധികം പ്രതിഫലം പറഞ്ഞ മറ്റൊരു സുന്നത്ത് നോമ്പുമില്ല. യുകഫിറു സനത്തൽ മാലിയ വൽ ഖാബില. കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന നോമ്പാണ്. മാത്രമല്ല ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടും. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ച് നോക്കണം. കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങളാണ് ഒരു നോമ്പിലൂടെ പൊറുക്കപ്പെടുന്നത്. ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തെ നോമ്പ് പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറയുമ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അറഫ നോമ്പ് പിടിക്കുന്ന ആൾക്ക് പ്രതീക്ഷിക്കാം ഇനി ഒരു വർഷം വരെ അവൾക്ക് അള്ളാഹു ആയുസ് നീട്ടിക്കൊടുക്കുമെന്ന്. കാരണം ആയുസ് നീട്ടിക്കിട്ടിയാലല്ലേ പാപങ്ങൾ പൊറുക്കപ്പെടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഹദീസിൽ നിന്നും
അടുത്ത ഒരു വർഷക്കാലം വരെയും അള്ളാഹു നമുക്ക് ആയുസ് നീട്ടിത്തരുന്നു എന്നതിൻ്റെ ഒരു സൂചനയുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വർഷം വരെ നമുക്ക് ആയുസ് നീട്ടിക്കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടിയുള്ള ഒരു നോമ്പാണ് ദുൽഹജ്ജ് 9 അറഫ നോമ്പ്. അതുകൊണ്ട് കൃത്യമായ നോമ്പ് പിടിച്ചുവീടി ഹാജിമാരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറുകളും 2 ലോകത്തും നമുക്ക് പ്രയോജനം ചെയ്യുകയും നമ്മുടെ പ്രതിനിധികളായി അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി യാത്രയായ മുഴുവൻ ഹാജിമാർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയും നിർവഹിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കേൾക്കുകയും വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ വളരെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.